ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. സോ മെജോറിറ്റി സ്കൂളുകളിലും ഇപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. സോ ഈ മാസം അവസാനത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് എന്തായാലും പബ്ലിക് പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും. സോ ഗംഭീരമായിട്ട് എല്ലാവരും പെർഫോം ചെയ്യണം. സോ ഫിസിക്സ് പ്രാക്ടിക്കലിനകത്ത് നിങ്ങളിൽ പലരെയും കുഴപ്പിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ആ എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയ്ക്ക് അടിപൊളിയായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്നതിന് മുൻപായിട്ട് ആ എക്സ്പെരിമെൻറ്റിലെ ലക്ഷ്യം അഥവാ എയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. സോ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ് നമ്മൾ പെർഫോം ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുക. ആ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കിവിടെ രണ്ട് രീതിയിൽ കണ്ടുപിടിക്കുന്നുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു വെച്ചാൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടാബുലർ കോളം ഓറിയൻറ്റഡ് ആയ കാൽക്കുലേഷനിലൂടെ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് ആ ഗ്രാഫിൽ നിന്നും നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ട അപ്പാരറ്റസ് എന്തൊക്കെയാണ് നോക്കാം. സോ മെയിൻലി നമുക്ക് ആവശ്യമുള്ളത് ഒരു സിമ്പിൾ പെൻഡുലം തന്നെയാണ്. രണ്ടാമതായിട്ട് നമുക്കൊരു മീറ്റർ സ്കെയിൽ വേണം. കാരണം ഈ പറയുന്ന പെൻഡുലത്തിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു മീറ്റർ സ്കെയിലിൻ്റെ ആവശ്യം. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് നമുക്കൊരു സ്റ്റോപ്പ് വാച്ച് ആണ് വേണ്ടത്. കാരണം അവിടെ ടൈം പീരീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു 10 ഓസിലേഷൻ അല്ലെങ്കിൽ 20 ഓസിലേഷൻ ടൈം എത്രയാണ് എന്ന രീതിയിൽ നമുക്ക് ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ നമുക്കൊരു സ്റ്റോപ്പ് വാച്ച് കൂടി വേണം. ഇനി നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ തിയറി പോർഷൻസിലോട്ട് കിടക്കാം. തിയറി മീൻസ് ഇവിടെ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയ ഒരു ഇക്വേഷൻ തന്നെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അഥവാ T = 2π√L/g എന്ന് പറയുന്ന ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ. ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷനിലോട്ട് കൊണ്ടുവരാം. ദാറ്റ് ഈസ് G = 4π²L/t² എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് കൊണ്ടുവരാം. സോ ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാം. സിമിലർ വേ നമുക്ക് ഗ്രാഫിൽ നിന്നും L_t² ഗ്രാഫിൽ നിന്നും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. സോ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പെൻഡുലമാണ്, T² എന്ന് പറഞ്ഞാൽ ടൈം പീരീഡിൻ്റെ സ്ക്വയർ ആണ്. സോ ഈ പറയുന്ന രണ്ട് പാരാമീറ്റേഴ്സും തമ്മിലുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ലോപ്പ് ഉപയോഗിച്ച് നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാം. സോ നമ്മുടെ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യമാണ് ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. പലരും തെറ്റായിട്ട് ലെങ്ത് മെഷർ ചെയ്യാറുണ്ട്. പക്ഷേ ലെങ്ത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ബോബിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ കംപ്ലീറ്റ് ലെങ്ത് ആണ് നിങ്ങൾ മെഷർ ചെയ്യേണ്ടത്. അതാണ് ഈ പറയുന്ന 30 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ ആ പറയുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് മാത്രം നിങ്ങൾക്ക് എടുത്താൽ അല്ലെങ്കിൽ ആ നൂലിൻ്റെ ലെങ്ത് മാത്രം നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടണമെന്നില്ല. സോ ബോബിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം നിങ്ങൾ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. സിമിലർ വേ നമ്മുടെ L_t² ഗ്രാഫ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എക്സ് ആക്സിസിൽ വേണം നിങ്ങൾ ലെങ്ത് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. സിമിലർ വേ വൈ ആക്സിസിൽ വേണം നിങ്ങൾ ഈ പറയുന്ന T² പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ സ്ലോപ്പ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻ്റൽ പ്രൊസീഡിങ്സിലോട്ട് കിടക്കാം. ഹായ് മക്കളെ, നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലോട്ട് കിടക്കാൻ പോവുകയാണ്. നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുക. നമുക്ക് രണ്ട് മെത്തേഡിലൂടെ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. ഒന്ന് നമ്മുടെ ടാബുലർ കോളം യൂസ് ചെയ്തിട്ട്, മറ്റൊന്ന് ഗ്രാഫിക്കൽ മെത്തേഡിലൂടെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു സ്റ്റാൻഡ് ആണ്. പിന്നെ നിങ്ങൾക്കൊരു സ്റ്റോപ്പ് വാച്ച് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മീറ്റർ സ്കെയിൽ ഇവിടെയുണ്ട്. നമ്മുടെ മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത് ഈ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫൈൻ. സോ നമുക്ക് ഒന്ന് വിശദമായി തന്നെ ഓരോന്നിനെയും പരിശോധിക്കാം. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഒരു പെൻഡുലത്തിൻ്റെ ലെങ്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഇനീഷ്യലി നമ്മൾ 40 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സോ 40 സെൻറ്റിമീറ്റർ എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്ന കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ മെഷർമെൻറ്റ് എപ്പോഴും നിങ്ങൾ എടുക്കേണ്ടത് ഈ പറയുന്ന ബോബിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുവരെയാണ് നമ്മുടെ ലെങ്ത് നിങ്ങൾ മെഷർ ചെയ്യേണ്ടത്. അതായിരിക്കണം 40 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഒന്നുകൂടി ആവർത്തിക്കാം. ഈ പറയുന്ന ബോബിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ കംപ്ലീറ്റ് നീളമായിരിക്കണം 40 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. പൊതുവേ ഈ ബോബിൻ്റെ ഡയാമീറ്റർ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ ഇതിൻ്റെ റേഡിയസ് നിങ്ങൾക്ക് 1 സെൻറ്റിമീറ്റർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ള നീളം 39 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. കാര്യം മനസ്സിലായില്ലേ? ഇപ്പോൾ 50 സെൻറ്റിമീറ്റർ നിങ്ങൾ ലെങ്ത് എടുക്കുകയാണെങ്കിൽ 49 സെൻറ്റിമീറ്റർ ഇതിൻ്റെ നീളവും ബാക്കി 1 സെൻറ്റിമീറ്റർ ഇതിൻ്റെ റേഡിയസും ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സെറ്റല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്താണ് ഇവിടുത്തെ പരിപാടി എന്ന കാര്യം നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി 20 ഓസിലേഷന് എടുക്കുന്ന സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അഥവാ 40 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള പെൻഡുലത്തിൻ്റെ 20 ഓസിലേഷൻ എത്ര സമയം എടുക്കുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ 50 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള പെൻഡുലത്തിൻ്റെ 20 ഓസിലേഷൻ എത്ര സമയം എടുക്കുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സിമിലർ വേ 60 സെൻറ്റിമീറ്ററും 70 സെൻറ്റിമീറ്ററും 80 സെൻറ്റിമീറ്ററും ലെങ്ത് വെച്ച് 20 ഓസിലേഷൻ്റെ ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സിമിലർ വേ
ടൈം ലെങ്ത് ഗ്രാഫ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെന്റിലോട്ട് കടന്നാലോ മക്കളെ? യെസ്, നമ്മൾ കടക്കാൻ പോവുകയാണ്. സോ ആദ്യം നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പലരും പെൻഡുലം ഓസിലേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഊഞ്ഞാലാടിക്കുന്ന പരിപാടിയിൽ ഓസിലേറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എറർ വരാൻ സാധ്യത കൂടുതലാണ്, അക്യുറസി കുറഞ്ഞു പോകും. സോ അതിനാൽ തന്നെ അധികം വലിക്കാതെ ഒരു മീഡിയം ലെവലിൽ നിങ്ങൾ അതിനെ ആട്ടിവിടാൻ നോക്കുക. ദാറ്റ് മീൻസ് ഓസിലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കുക. സോ മക്കളെ, നമുക്ക് തുടങ്ങിയാലോടാ? നമുക്ക് തുടങ്ങാം. അതിന് മുൻപായിട്ട് ഈ സ്റ്റോപ്പ് വാച്ച് എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. കാരണം സ്റ്റോപ്പ് വാച്ചിനകത്ത് കുറേ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് വരുത്താൻ സാധ്യതയുണ്ട്. സോ ഈ പറയുന്ന സാധനം നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് ഒരു ഉദാഹരണം കാണിച്ചു തരുവാണെങ്കിൽ ഇപ്പോൾ ഇത് നീഡിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. സോ അത് റീസെറ്റ് ചെയ്തിട്ട് ഇനീഷ്യൽ പൊസിഷനിലോട്ട് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുക. സിമിലർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: സ്റ്റാർട്ട് സ്റ്റോപ്പ്, സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് വാച്ചിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ ലാബിനകത്ത് ഈ പരിപാടി ഉണ്ട്, ഈ സാധനമുണ്ട്. സോ അതിൻ്റെ യൂസേജ് കൃത്യമായി തന്നെ മനസ്സിലാക്കുക. കാരണം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പറയുന്ന മെഷർമെൻറ്റുകളൊക്കെ എടുക്കാൻ വേണ്ടി സാധിക്കുക. സോ മക്കളെ, നമുക്ക് തുടങ്ങിയാലോടാ? നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യം 40 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഈ ലെങ്ത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ 40 സെൻറ്റിമീറ്ററിൻ്റെ 20 ഓസിലേഷൻ്റെ ടൈമാണ് നമ്മൾ ഇനീഷ്യലി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. തുടങ്ങിയാലോ മക്കളെ? നമ്മളിത് ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുൻപായിട്ട് എക്സ്പെരിമെന്റിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് ടാബുലർ കോളം ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ഓസിലേഷനിലോട്ട് കടന്നാലോ? ടാബുലർ കോളം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് എൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ടാബുലർ കോളം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ കോളത്തിനകത്ത് സീരിയൽ നമ്പർ കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ കോളത്തിനകത്ത് ലെങ്ത് ഓഫ് ദ പെൻഡുലമാണ് കാണുന്നത്. അഥവാ 40 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ, 60, 70, 80 എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ലെങ്ത്തുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അടുത്തതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 20 ഓസിലേഷൻ്റെ ടൈമാണ് കാണാൻ സാധിക്കുന്നത്. സോ 40 സെക്കൻഡിനകത്ത് നമുക്ക് 2 തവണ 20 ഓസിലേഷൻ എടുക്കണം. എന്നിട്ട് അതിൻ്റെ ടൈം മാർക്ക് ചെയ്യണം. ദെൻ അതിൻ്റെ മീൻ ടൈം നിങ്ങൾ എടുക്കണം. അതിൽ നിന്ന് ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈം അഥവാ ടൈം പീരീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ T², അതിനുശേഷം L/T². ഇതാണ് നമ്മുടെ ടാബുലർ കോളം എന്ന് പറയുന്നത്. ഏറ്റവും നിസ്സാരമായ ടാബുലർ കോളമാണ്, ഈസി ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് തുടങ്ങിയാലോ മക്കളെ? നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. സോ ആദ്യം 20 ഓസിലേഷൻ്റെ 40 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. തുടങ്ങിയാലോ? സോ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഓസിലേഷൻ തുടങ്ങിയിട്ട് ഇവിടെ എത്തിയിട്ട് വീണ്ടും ഇവിടെ എത്തുന്നതാണ് ആക്ച്വലി ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തിയിട്ട് എഗെയിൻ ഇതേ ഇനീഷ്യൽ പോയിന്റിലോട്ട് വരുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയെന്ന് നമ്മൾ പറയപ്പെടുക. അതുകൂടി നിങ്ങളുടെ മനസ്സിലോട്ട് വരണം, അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. റൈറ്റ്, അപ്പോൾ തുടങ്ങാം. ഓക്കെ മക്കളെ, ഇപ്പോൾ ഇനീഷ്യലി അത് 0-ലാണ്, മീൻ പൊസിഷനിലാണ് നമ്മുടെ ഈ പറയുന്ന സ്റ്റോപ്പ് വാച്ചിലും നിൽക്കേണ്ടത്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റൈറ്റ്, ഓക്കെ. സോ ഇനീഷ്യലി ഈ പോയിന്റിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ജസ്റ്റ് പറഞ്ഞു തരാം. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തിയിട്ട് പിന്നെ പോകുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. അവിടെ മുതൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായില്ലടാ മക്കളെ? നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. 20 ഓസിലേഷൻ്റെ ടൈമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പോയിന്റിൽ നിന്ന് ഞാൻ ലീവ് ചെയ്യാൻ പോവുകയാണ്. റൈറ്റ്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. യെസ് മക്കളെ, ടൈം എല്ലാവരും ശ്രദ്ധിക്കുക. 26 സെക്കൻഡ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക, 26 സെക്കൻഡ് ആണ് 20 ഓസിലേഷൻ നമുക്ക് എടുത്ത സമയം എന്ന് പറയുന്നത്. സോ 40 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു പെൻഡുലം 20 തവണ ഓസിലേറ്റ് ചെയ്യാൻ എടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 26 സെക്കൻഡ് ആണ്. സോ ഇതേ മെഷർമെൻറ്റ് നമുക്ക് വീണ്ടും ഒരു തവണ കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. സിമിലർ വേ അങ്ങനെ എടുക്കുക. അതിനുശേഷം ഈ 40 സെൻറ്റിമീറ്റർ എന്നുള്ളത് 50 സെൻറ്റിമീറ്റർ ആയിട്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സോ സിമിലർ വേ 60 സെൻറ്റിമീറ്റർ ആക്കുക, 70 സെൻറ്റിമീറ്റർ ആക്കുക, 80 സെൻറ്റിമീറ്റർ ആക്കുക. എന്നിട്ട് ഇതേപോലെ 20 ഓസിലേഷനുള്ള ടൈം എടുക്കുക. അത് വെച്ച് നമുക്ക് ടാബുലർ കോളം ഫില്ല് ചെയ്യാം. ബാക്കിയുള്ള കാൽക്കുലേഷൻ പാർട്ടിലോട്ട് നമുക്ക് കിടക്കാം. മക്കളെ, അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ഗംഭീരമായി തന്നെ പെർഫോം ചെയ്തു. എങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുക എന്ന വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കതിൻ്റെ ടാബുലർ കോളത്തിലോട്ടും ഫർദർ കാൽക്കുലേഷനിലോട്ടും ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന കാര്യത്തിലോട്ടും നമുക്ക് കിടക്കാം. സോ ആദ്യം നിങ്ങൾക്ക് നമ്മുടെ ടാബുലർ കോളം കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ് ആദ്യത്തെ കോളത്തിനകത്ത് സീരിയൽ നമ്പറാണ്. രണ്ടാമത്തെ കോളത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ലെങ്ത് ഓഫ് ദ പെൻഡുലമാണ്, പെൻഡുലത്തിൻ്റെ ലെങ്ത് ആണ്. നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് 40 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ, 60, 70, 80 തുടങ്ങിയ ലെങ്ത്തുകളിലാണ് നമ്മൾ
എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. സോ അതുപോലെ നിങ്ങൾ ആ ലെങ്ത് കൃത്യമായി തന്നെ രണ്ടാമത്തെ കോളത്തിനകത്ത് പ്ലോട്ട് ചെയ്യണം. മൂന്നാമത്തെ കോളത്തിനകത്ത് നമ്മുടെ ടൈം പീരീഡ് ആണ് നമ്മൾ എഴുതി വെക്കുക, അഥവാ അതിനെയും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ പറയുന്ന 40 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള പെൻഡുലം 20 ഓസിലേഷനകത്ത് എത്ര സമയമെടുത്തു എന്ന കാര്യമാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. സിമിലർ വേ ആ 40 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള പെൻഡുലത്തിൻ്റെ വീണ്ടും 20 ഓസിലേഷൻ്റെ ഒരു തവണ കൂടി നിങ്ങൾ മെഷർമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു തവണ ചെയ്തിട്ട് നേരെ മുന്നോട്ട് പോവുകയല്ല, ആ ലെങ്ത്തിൽ തന്നെ 2 തവണ സിമിലർ വേ ടൈം പീരീഡ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം 50 സെൻറ്റിമീറ്ററിൻ്റെ 2 തവണയുള്ള കാൽക്കുലേഷൻ, 60 സെൻറ്റിമീറ്ററിൻ്റെ 2 തവണയുള്ള കാൽക്കുലേഷൻ, ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായി തന്നെ ചെയ്യണം. അതിനുശേഷം മൂന്നാമതായിട്ട് നമുക്കൊരു കോളം വരുന്നുണ്ട്, അഥവാ അതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും 40 സെൻറ്റിമീറ്ററിന് ആദ്യമുള്ള കാൽക്കുലേഷനിൽ നമുക്ക് ലഭിച്ച വാല്യൂ എന്ന് പറഞ്ഞാൽ 26 സെക്കൻഡ് ആണ്. രണ്ടാമത് നമ്മൾ ചെയ്ത സമയത്തും 26 സെക്കൻഡ് തന്നെയാണ് ലഭിച്ചത്. സോ മീൻ കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്, രണ്ടും സെയിം ആയതുകൊണ്ട് മീനും 26 സെക്കൻഡ് തന്നെയായിരിക്കും. പക്ഷേ 50 സെൻറ്റിമീറ്ററിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾ നോക്കിക്കേടാ മക്കളെ, ആദ്യം നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് 28 സെക്കൻഡ് ആണ്. പക്ഷേ രണ്ടാമത് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് 29 സെക്കൻഡ് ആണ്. സോ മീൻ എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 28.5 ആണ് നമുക്ക് മീൻ വാല്യൂ കിട്ടുക. സോ ഈ രീതിയിൽ ഈ പറയുന്ന എല്ലാ ലെങ്ത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം പീരീഡ് മീൻ വാല്യൂ നിങ്ങൾ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യണം. ഫൈൻ, അടുത്തതിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടൈം പീരീഡിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് 20 ഓസിലേഷൻ എടുത്ത സമയമാണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയമാണ്, ശരിയല്ലേ? 20 ഓസിലേഷൻ എടുത്ത ടൈമാണ് 26 സെക്കൻഡും 28.5 സെക്കൻഡും 31 സെക്കൻഡും ഒക്കെ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ടൈം പീരീഡ് എന്ന് പറയുക. സോ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ ലഭിച്ച വാല്യൂവിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 20 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ 26 ഡിവൈഡഡ് ബൈ 20 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ ഉത്തരം കിട്ടുക? 1.3 ആണ് കിട്ടുക. സിമിലർ വേ 28.5 ഡിവൈഡ് ബൈ 20 നമുക്ക് എത്രയാണ് മക്കളെ ഉത്തരം കിട്ടുക? 1.42 ആണ്. 31.5 ഡിവൈഡ് ബൈ 20 നമുക്ക് എത്രയാണ് മക്കളെ കിട്ടുക? 1.57 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിയുള്ള ലെങ്ത്തിൻ്റെ കൂടി ടൈം പീരീഡ് നിങ്ങൾ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യണം. സെറ്റ്. ഇനി നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. ഈ പറയുന്ന ടൈം പീരീഡിൻ്റെ സ്ക്വയർ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ നമുക്ക് ആവശ്യമുണ്ട്. അതിനാൽ തന്നെ ടൈം പീരീഡിൻ്റെ സ്ക്വയർ ആണ് നെക്സ്റ്റ് കോളത്തിനകത്ത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ 1.3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1.69 ആണ്. 1.42ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2.01 ആണ്. ആ രീതിയിൽ നിങ്ങൾ സ്ക്വയർ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് കോളം എന്ന് പറഞ്ഞു വെച്ചാൽ L/T² ആണ്. എന്താണ് മക്കളെ? L/T² ആണ് അടുത്ത കോളത്തിനകത്ത് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. L എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്നത് 40 സെൻറ്റിമീറ്റർ, അതിന് കറസ്പോണ്ടിങ് T² എന്ന് എടുത്തിരിക്കുന്നത് 1.69 ആണ്. ഫൈൻ. സിമിലർ 50 സെൻറ്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള T² എന്ന് പറഞ്ഞു വെച്ചാൽ 2.01 ആണ്. 60 സെൻറ്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള T² എന്ന് പറഞ്ഞാൽ 2.46 ആണ്. 70ന് കറസ്പോണ്ടിങ് ആയി T² എന്ന് പറഞ്ഞാൽ 2.89 ആണ്. ഈ രീതിയിൽ ഇവയെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് നെക്സ്റ്റ് കോളം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. മക്കളെ, അടുത്തതായിട്ട് നമ്മൾ കിടക്കാൻ പോകുന്നത് ഗ്രാഫിലോട്ടാണ്. കാരണം ഈ പറയുന്ന കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഗ്രാഫിൻ്റെ സ്ലോപ്പിന് വലിയ പങ്കുണ്ട്. നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ കൂടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും പ്രാക്ടിക്കൽ ലാബിലോട്ട് കയറി ചെല്ലുമ്പോൾ ഉറപ്പായും കയ്യിലൊരു ഗ്രാഫ് പേപ്പർ കരുതി വെക്കണം. കാരണം ആ ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ച് നമുക്കതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. നോക്കാം. സോ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഉറപ്പായും എക്സ് ആക്സിസിൽ എന്താണ് പ്ലോട്ട് ചെയ്യേണ്ടത്, വൈ ആക്സിസിനകത്ത് എന്താണ് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത് എന്ന കൃത്യമായ ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിനകത്ത് നമ്മൾ ലെങ്ത് ഓഫ് ദ പെൻഡുലമാണ് എഴുതി വെക്കേണ്ടത്. സിമിലർ വേ വൈ ആക്സിസിനകത്ത് T² വാല്യൂ ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദ പെൻഡുലം എഴുതുന്ന സമയത്ത് സെൻറ്റിമീറ്ററിൽ ആയിരിക്കരുത് നിങ്ങൾ എഴുതേണ്ടത്, മറിച്ച് നിങ്ങൾ മീറ്ററിൽ വേണം എഴുതാൻ. എന്തിലാണ് മക്കൾ എഴുതേണ്ടത്? മീറ്ററിൽ വേണം എഴുതാൻ. ഇവിടെ നിങ്ങൾ ഗ്രാഫ് ശ്രദ്ധിച്ചു കഴിഞ്ഞു വെച്ചാൽ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? 0.1, 0.2, 0.3, 0.4, 0.5 എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് അത് നമ്മൾ ഏതിലാണ് എടുത്തിരിക്കുന്നത്? മീറ്ററിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ വൈ കമ്പോണൻ്റ് ആയ T² നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഓരോരോ എന്താ പറയുക ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.5, 1, 1.5, 2, 2.5 ആ രീതിയിലാണ് നമ്മൾ ഡിവിഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കറിയാം നമ്മൾ ആ പറയുന്ന ടേബുലർ കോളം ഓറിയൻറ്റഡ് ആയ T², എല്ലിന് കറസ്പോണ്ടിങ് ആയ T² വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. നിങ്ങൾ നോക്കിക്കേടാ മക്കളെ, നമുക്കൊരു ഗംഭീരമായ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഗ്രാഫിനകത്ത് നമുക്ക് ലഭിക്കുക. ക്ലിയർ? ഇനി നമുക്ക് ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഓറിയൻറ്റഡ് ആയ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് നമുക്ക് കാൽക്കുലേഷൻ പാർട്ടിനകത്ത് നോക്കാം. സോ നമ്മൾ കാൽക്കുലേഷനിലോട്ട് കിടക്കുന്നു. ആ കാൽക്കുലേഷൻ പാർട്ടിൽ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ L/T² കാൽക്കുലേറ്റ് ചെയ്തില്ലേ ആ ടേബിളർ കോളത്തിനകത്ത്, അതിൻ്റെ മീൻ വാല്യൂ ആണ് നമ്മൾ ഇനീഷ്യലി എടുക്കേണ്ടത്. സോ L/T² മീൻ വാല്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 24.26 ആണ്.
മീൻ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് കംപ്ലീറ്റ് റീഡിങ്ങുകൾ ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ വാല്യൂ ലഭിക്കും. സോ ആദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് മീൻ വാല്യൂ തന്നെയാണ്. മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 24.26 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്തുകൊണ്ടാണ് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടിയത്? നമ്മൾ ആ ടാബുലർ കോളത്തിനകത്ത് സെൻറ്റിമീറ്ററിലായിരുന്നു ലെങ്ത് എടുത്തത്, അതുകൊണ്ടാണ് നമുക്ക് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ നമുക്ക് ലഭിച്ചത്. ക്ലിയർ? ഇനി നമുക്കതിനെ ഏതിലോട്ട് മാറ്റണം? നമ്മുടെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടി ഇൻറ്റു 10⁻² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 0.2426 ആണ്. 0.2426 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് L/T² മീൻ വാല്യൂ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇത് ടാബുലർ കോളം ഓറിയന്റഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ പറയുന്ന ടാബുലർ കോളം ഓറിയന്റഡ് ആയ ഈ പറയുന്ന മീൻ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം. G = 4π² L/T². L/T² വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അത് 0.2426 ആണ്. ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റൻസ് ആണ്. 4 കോൺസ്റ്റന്റ് ആണ്. പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 ആണ്. ബാക്കി L/T² വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9.56 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 9.56 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ടാബുലർ കോളം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്ന ചോദ്യം, സാറേ നമുക്കറിയാലോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ, ഇതെങ്ങനെയാണ് 9.56 കിട്ടിയത്? വ്യത്യാസമുണ്ടല്ലോ മക്കളെ. നമുക്ക് ഒരിക്കലും ഒരു എക്സാക്ട് വാല്യൂ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം നമ്മൾ മാനുവലി ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് അല്ലടാ. സോ അവിടെ എയർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്, പിന്നെ നമ്മുടേതായ എററുകൾ നമുക്ക് വരാം, കൃത്യമായ ടൈമിൽ ഒരു ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് ഒക്കെ വരാമല്ലോ. സോ അതുകൊണ്ടാണ് നമ്മുടെ ഫൈനൽ ഉത്തരത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ 9.56 പകരം ഒരു 5.42 ഒരു 7.34 ഒന്നും എഴുതി വെക്കരുത്. വലിയ മാർജിനൽ ഡിഫറൻസ് ഉള്ള ഉത്തരമാണെങ്കിൽ ഉറപ്പായും തെറ്റായിരിക്കും, നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. സോ 9.8 സിമിലർ ആയ അതിന് ക്ലോസ് റേഞ്ചിലുള്ള ഉത്തരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർക്കുകൾ ലഭിക്കും. റൈറ്റ്, ഇതാണ് നമ്മുടെ ടാബുലർ കോളം ഓറിയന്റഡ് ആയ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ. സിമിലർ വേ നമുക്ക് എന്തുകൂടി കണ്ടുപിടിക്കാം? നമുക്ക് ഗ്രാഫിൽ നിന്നുകൂടി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്നല്ലേ? അത് വളരെ നിസ്സാരമാണ്. എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ആ ഗ്രാഫിൻ്റെ AB/BC ആണ് മെഷർ ചെയ്യേണ്ടത്. AB/BC അഥവാ സ്ലോപ്പ് അല്ല, സ്ലോപ്പിൻ്റെ റെസിപ്രോക്കലാണ് നമുക്ക് ആവശ്യം. സോ AB/BC നിങ്ങൾ മെഷർ ചെയ്യുക. അങ്ങനെ മെഷർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറയുന്ന ഫോമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫോമുല എല്ലാവരും ശ്രദ്ധിക്കുക. 4π² AB/BC ആണ്, വേറെ ഒരു മാറ്റമില്ല. G = 4π² AB/BC ആണ്. അതിനകത്ത് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ AB/BCയുടെ വാല്യൂ നമുക്കറിയാം 0.3 / 1.3 ആണ്. AB നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 0.3 ആണ് ലഭിക്കുക. BC മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 1.3 ആണ് നിങ്ങൾക്ക് ലഭിക്കുക. സോ അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9.10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ടാബുലർ കോളം ഓറിയന്റഡ് ആയിട്ട് 9.56 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും അതുപോലെ തന്നെ ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത് 9.10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറുമാണ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമുക്ക് സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത് കൂടി ആ ഗ്രാഫിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അത് വളരെ ലളിതമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ പ്രത്യേകത എന്താണ് മക്കളെ? അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിരിക്കും. അതിൻ്റെ ടൈം പീരീഡ് എത്രയാണ്? 2 സെക്കൻഡ് ആണ്. സോ ആ ഗ്രാഫ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ T² ടൈം പീരീഡ് 2 സെക്കൻഡ് ആണ്, T² എത്രയായിരിക്കും? 4 സെക്കൻഡ് ആയിരിക്കും അല്ലേ? സോ 4 സെക്കൻഡിൽ നിന്ന് നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചേടാ, എന്നിട്ട് അവിടെ നിന്ന് താഴോട്ടും ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചേടാ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? T² കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് എത്രയാണ് മക്കളെ? അത് 1 മീറ്റർ അല്ലേ നമുക്ക് കിട്ടുന്നത്? ശരിയല്ലേ? 1 മീറ്റർ ആണ് കിട്ടുന്നത്. അതിനാൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ദ ലെങ്ത് ഓഫ് ദ സെക്കൻഡ്സ് പെൻഡുലം ഈസ് 1 മീറ്റർ. ദാറ്റ്സ് ഇറ്റ്. ഇത്രയുള്ള എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. എക്സ്പെരിമെൻ്റ് നിങ്ങൾ ചെയ്യുന്നതും പ്രൊസീജിയർ എഴുതുന്നതും അതുപോലെ തന്നെ എയിമും അപ്പാരറ്റസും എല്ലാം എഴുതുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ റിസൾട്ട് എഴുതുക. റിസൾട്ട് എഴുതിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ലഭിക്കുകയില്ല. സോ റിസൾട്ട് കൃത്യമായി തന്നെ നിങ്ങൾ എഴുതിയിരിക്കണം. അഥവാ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാൽക്കുലേഷൻ എത്രയാണ് കിട്ടിയത്? അത് 9.56 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഗ്രാഫിൽ നിന്ന് എത്രയാണ് കിട്ടിയത്? അത് 9.10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത് ഗ്രാഫിൽ നിന്ന് എത്രയാണ് കിട്ടിയത്? അത് 1 മീറ്റർ ആണ്. ഈ കാര്യം കൃത്യമായി തന്നെ നിങ്ങൾ എല്ലാവരും എഴുതിയിരിക്കാം. എങ്കിലേ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. കൃത്യമായിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റ് മനസ്സിലായി വിചാരിക്കുന്നു. എക്സ്പെരിമെൻറ്റിനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ താഴെ ഉറപ്പായിട്ടും അറിയിക്കുക. അടുത്തത് നിങ്ങൾക്ക് ഫിസിക്സിനകത്ത് ഏത് എക്സ്പെരിമെൻ്റാണ് ആവശ്യമുള്ളത് എന്നൊരു കാര്യം കൂടി താഴെ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് എല്ലാ എക്സ്പെരിമെൻസുമായിട്ട് സൈലം എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇത്തവണ ഫിസിക്സിനകത്ത് പ്രാക്ടിക്കൽസിൽ മുഴുവൻ മാർക്കും നമ്മൾ ഉറപ്പിച്ചിരിക്കും മക്കളെ. അപ്പോൾ അടുത്തൊരു എക്സ്പെരിമെൻറ്റിൽ കണ്ടുമുട്ടാം.